स्टूडेंट्स, पिछले क्लास में हमने दुख नामक एक कहानी के बारे में बताया है। इसमें दिलीप है और हेमा है। अगला पन्ना देखिए। समीप 3 फरलॉन्ग पर मुझे रेलवे लाइन से कितनी ही गाड़ियां गुजर चुकी थी। उधर दिलीप का ध्यान न गया था। जब फ्राइटर मेल तूफान वेग से तीव्र कोलाहल करती हुई गुजरी तो दिलीप ने उस ओर देखा। लगा था फर्स्ट और सेकंड के डिब्बे से निकलने वाले तीव्र प्रकाश से वह समझ गया फ्राइटर मेल जा रही है। 9:30 बज गए हैं। സമീപ് 3 ഫർലോങ്, ഒരു 3 ഫർലോങ് വ്യത്യാസത്തിൽ റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു. ട്രെയിനുകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ദിലീപ് അതിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പം അദ്ദേഹം വളരെ വേഗത്തിൽ വന്ന ട്രെയിൻ കണ്ടപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. ആ ട്രെയിനിൻ്റെ 2-3 സെക്കൻഡ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ വളരെ തീവ്ര പ്രകാശം എത്തിക്കൊണ്ട് പാസ് ചെയ്തു പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഏകദേശം സമയം 9:30 മണിയായിരിക്കുന്നു. സ്വയം വ अन्याय के प्रतिकार की एक सांत्वना देख उसका मन कुछ हल्का हो गया था. സ്വയം സാന്ത്വനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കുക കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നേരിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നു. വ ലൗട്ടനെ കെ ലിയെ ഉഠ, അദ്ദേഹം തിരിച്ചു പോകാനായിട്ട് എഴുന്നേറ്റു. शरीर में शैथिल्य की मात्रा बाकी रहने के कारण साइकिल पर न छट वह पैदल भागो भाग. അദ്ദേഹം ഒരു മനസ്സിനെ ബാധിച്ച ഒരു ക്ഷീണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം സൈക്കിളിൽ കയറിയില്ല, സൈക്കിൾ ഉരുട്ടി നടന്നു പോകാൻ തീരുമാനിച്ചു. बादशाही मस्जिद के टकसाली दरवाजे और टकसाली से बाटी दरवाजे पहुंचा. मार्ग में शायद ही कई व्यक्ति दिखाई दिया हो. सड़क किनारे स्तब्ध खड़े बिजली के लाम निष्काम और निर्विकार भाव से अपना प्रकाश सड़क पर डाल रहे थे. അദ്ദേഹം പോകുന്ന വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റിൽ നിർവികാരമായ ഭാവത്താൽ ധാരാളം വെളിച്ചം അയാൾക്ക് ലഭിക്കുന്നുണ്ട്. ആളുകൾ നടന്നു പോകുന്നുണ്ട്. ആ വഴിയെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. मनुष्य के अभाव को कुछ भी परवाह न कर लाखों पतंगे घोले बांध कर इन लांपों के चारों ओर नृत्य कर रहे थे. മനുഷ്യരുടെ അഭാവത്താൽ തന്നെ ഇവിടെ ധാരാളം പ്രാണികൾ ആ വിളക്കിൻ്റെ പ്രകാശത്തിന് ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു. सर जगत के ये अद्भुत नमूने थे. प्रत्येक पतंग एक नक्षत्र की भांति और अपने मार्ग पर चढ़कर काट रहा था. कोई छोटा कोई बड़ा दायरा बना रहा था. कोई धायम को कोई भायम को, कोई विपरीत गति से निरंतर छटकर काटते चले जा रहे थे. कोई किसी से टकराना नहीं. वृक्षों के भीगे पत्ते बिजली के प्रकाश में चमचमा रहे थे. ഇവിടെ പറയുന്നത് വാതാവരൺക വർണ്ണനയാണ് പറയുന്നത്. അതായത് അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ധാരാളം സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു. അതിന് ചുറ്റും ചെറു പ്രാണികൾ തലങ്ങും വിലങ്ങും പാറിക്കൊണ്ടിരുന്നിരുന്നു. പിന്നെ ധാരാളം ചെറുതായിട്ടുള്ള മഞ്ഞുതുള്ളികൾ അവിടെ വീണുകൊണ്ടിരുന്നിരുന്നു. ഇടത് ദിശയിലും വലത് ദിശയിലും, അതായത് കറക്റ്റ് ഒരു റൊട്ടേഷൻ അല്ലാതെ തന്നെ പല രീതിയിലും ആ പ്രാണികൾ പാറിക്കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ആ ഇലക്ട്രിക് ലാമ്പുകളിൽ നിന്നുള്ള വെളിച്ചം അവിടെ പ്രകാശം വീഴ്ത്തിയിരുന്നു. एक लैम्प के नीचे से आगे बढ़ने पर उसकी छोटी परछाई उसको आगे फैलती चली. जो वह लैम्प सो आगे बढ़ता परछाई पलटकर पीछे हो जाती. बीच बीच में वृक्षों की टहनियों की परछाई उसके ऊपर से होकर निकल जाती. सड़क पर पड़ा प्रत्येक भीगा पत्ता लैंपों के किरणों के उत्तर दे रहा था.
അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നമ്മൾക്ക് നിഴല് കാണുമല്ലോ ഇപ്പോൾ രാത്രി പോകുമ്പോൾ. അപ്പോൾ ആ നിഴലുകൾ ഇങ്ങനെ വലിയതായിട്ടും അതടുത്തെത്തുന്നതോടുകൂടി ചെറുതായിട്ടും പിന്നെ അത് നിഴല് പുറകിലായിട്ടും കാണപ്പെട്ടു. പല മരങ്ങളുടെയും ധാരാളം ആ വഴിയോരങ്ങളിലുള്ള വൃക്ഷങ്ങളുടെയൊക്കെ കൊമ്പുകളുടെ ധാരാളം നിഴലുകൾ അദ്ദേഹം നടക്കുന്ന വഴിയിൽ അദ്ദേഹത്തിന് അത് കാണാനായിട്ട് സാധിച്ചു. ആ അദ്ദേഹത്തിൻ്റെ നിഴല് അദ്ദേഹത്തെ ഒപ്പം കൂടെ നടക്കുന്നതായിട്ടും അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. दिलीप सोच रहा था मनुष्य के बिना भी संसार कितना व्यस्त और रोचक है. അപ്പോൾ ദിലീപിന് തോന്നിയത് മനുഷ്യരില്ലാത്ത ആ സ്ഥലം തികച്ചും വ്യസ്തവും രോചകവുമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അപ്പോൾ മനുഷ്യരാണ് ഭൂമി നമ്മുടെ പ്രകൃതിയുടെ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഏറ്റവും ആവശ്യമുള്ള ജീവജാലങ്ങൾ മനുഷ്യർ തന്നെയാണ്. മനുഷ്യരില്ലാത്തൊരു ലോകം എന്ന് പറയുന്നത് വളരെ അരോചകം തന്നെയാണ്. कुछ कदम आगे बढ़ने पर सड़क किनारे नींबू के वृक्षों की छाया में कोई श्वेत सी चीज़ दिखाई थी. കുറച്ച് കഴിഞ്ഞ് നടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ എന്തോ ഒരു നിഴൽ കാണാം. ഒരു വെളുത്ത നിറത്തിൽ എന്തോ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. कुछ और बढ़ने पर मालूम हुआ कोई छोटा सा लड़का सफ़ेद कुर्ता पायजामा पहने एक थाली सामने रख के कुछ बेच रहा था. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു ആൺകുട്ടിയാണ്. അതൊരു വെള്ള കുർത്തയും പൈജാമയൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു ആൺകുട്ടി ഒരു പ്ലേറ്റിൽ എന്തോ വിൽക്കുകയാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു. बचपन में गली मोहल्ले के लड़कों के साथ उसने अक्सर खोमचने वाले से सौदा खरीद कर खाया था. अब वह इन बातों को भूल चुका था, परंतु इस सर्दी में सुनसान सड़क पर जहाँ कोई आने जाने वाला नहीं, यह खोमचा बेचने वाले कैसे बैठा है. കുട്ടിക്കാലത്ത് സ്ട്രീറ്റിൽ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ മറ്റു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എണ്ണക്കടികൾ പോലുള്ള വസ്തുക്കൾ എടുത്ത് വാങ്ങി തിന്ന് നടന്നിരുന്ന ആ ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഈ തണുപ്പുള്ള സമയത്ത് ഇപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു കുട്ടി അവിടെ കാണാൻ പറ്റുക, അതും ഇതുപോലുള്ളൊരു പൊക്കവട വിൽക്കുന്ന ഒരു കുട്ടിയെ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് കുട്ടി അവിടെ ഇരിക്കുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു പോയി. കൊംചനെ വാലേക്ക് ശുദ്ര ശരീര और आयुष ने भी उनका ध्यान आकर्षित किया. മാത്രമല്ല ആ കുട്ടിയുടെ രൂപം പ്രായം അതൊക്കെ അദ്ദേഹത്തിന് വളരെയധികം ആകർഷിച്ചു. उसने देखा रात में सौदा बेचने निकलने वाले इस सौदागर के पास मिट्टी के तेल की टिबरी तक नहीं. समीप आकर उसने देखा वह लड़का सर्द हवा में सिकुड़ कर बैठा था. दिलीप ने समीप आने पर उसने आशा की एक निगाह उसकी और डाली और फिर आंखें झुका ली. ഇത്രയും രാത്രി തണുപ്പുള്ള സമയത്ത് ആ കുട്ടി മിട്ടിക്ക് തേൽക്കി ഡിബരി തക്നിഹിത അത് അദ്ദേഹത്തിന് ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു വെളിച്ചം അല്ലെങ്കിൽ തീ കായാനുള്ള അങ്ങനെ ഒരു സംവിധാനമില്ലാതെ ആ തണുപ്പത്ത് ആ കുട്ടി നിൽക്കുന്നത് ദിലീപിന് വളരെയധികം വേദനിച്ചു. അദ്ദേഹം അടുത്ത് ചെന്ന് നോക്കി. ഈ തണുപ്പത്ത് ആ കുട്ടി വിറയ്ക്കുന്നതായിട്ട് തോന്നി. ദിലീപ് അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ആശാഹയ്ക്ക് ഉക്കി നിഗാ ഉസ്കി ഡാലി ഓർ ഫിർ ആങ്കെ ജുക്കാലി. ദിലീപ് അടുത്ത് വന്നപ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളിലൊരു തിളക്കം. കാരണം തൻ്റെ കയ്യിലുള്ള ആ വസ്തു, താൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന വസ്തു വാങ്ങാൻ വന്നൊരു വ്യക്തിയായിരിക്കാം എന്ന് കരുതിയിട്ടായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലൊരു തിളക്കം, അല്ലെങ്കിൽ കണ്ണുകളിലൊരു തിളക്കം, മനസ്സിലൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ഇതുവരെ നന്നായിട്ട് വായിക്കുക കേട്ടോ. താങ്ക് യു.